കേരളത്തിലെ മാലാഖമാരുടെ സമരം തുടരുകയാണ്. മഹാമാരിയുടെയും നിപ്പയുടെയും കാലത്ത് ഒപ്പം നിന്ന നഴ്സുമാരാണ് അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കണമെന്നാവശ്യപ്പെട്ട് സമരരംഗത്ത് എത്തിയത്. പല ആശുപത്രികളിലും വൻ പ്രതിസന്ധിയാണ്. പലയിടത്തും രോഗികളെ സർക്കാർ ആശുപത്രികളിലേക്ക് മാറ്റുകയാണ്. സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ അത്തരം നടപടികൾ സ്വീകരിക്കുമ്പോൾ നഴ്സുമാരുടെ സമരം പരിഹരിക്കാൻ യാതൊരു നടപടിയും എടുക്കുന്നില്ല. സർക്കാരും ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കുന്നില്ല എന്നതാണ് ഖേദകരമായ കാര്യം. അതിനിടെ അവശ്യ സേവന നിയമം പ്രയോഗിക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തളരാത്ത സമരവീര്യം. മഹാമാരിയുടെ കാലത്തും നിപ്പയുടെ കാലത്തും എന്തിന് ആശുപത്രിയിൽ ഒരു പനിയായിട്ടോ അപകടം പറ്റി പോകുമ്പോഴോ നമ്മളെ ആദ്യം പരിചരിക്കുന്ന നഴ്സുമാരാണ് എനിക്ക് പിന്നിൽ സമരം നടത്തുന്നത്. അവരുടെ ആവശ്യം വളരെ ന്യായമായ ആവശ്യമാണ്. പക്ഷേ ആ ആവശ്യത്തോട് മുഖം തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? ഒരു കൂലിപ്പണിക്കാരന് ലഭിക്കുന്ന ദിവസവേതനം പോലും സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന സ്വകാര്യ മേഖലയിലെ നഴ്സുമാർക്ക് ലഭിക്കുന്നില്ല. സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ അവർ രോഗികളെ സേവിക്കുന്നു. പക്ഷേ വേതനം ലഭിക്കുന്നത് നാമമാത്രം. പഠിച്ചിറങ്ങിയിട്ടും വീണ്ടും വീട്ടുകാരെ നമ്മൾ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടി ഒരു ന്യായം കിട്ടണം എന്നുള്ളൊരു തോതിൽ എല്ലാവരോടും നമ്മൾ പറഞ്ഞ് ലെറ്റർ കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ ഒരു തുള്ളി പോലും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അംഗീകരിക്കാതെ ഞങ്ങളെ തരം താഴ്ത്തുന്ന രീതിയിലാണ് സംസാരിച്ചത്. പണ്ടത്തെ പോലെ നഴ്സുമാർ എപ്പോഴും താഴ്ന്നൊരു തട്ടിൽ ഇരിക്കുക എന്നുള്ള കാലം മാറി. ഇപ്പോൾ നഴ്സുമാരെല്ലാവരും അവർ പഠിക്കുന്ന പ്രൊഫഷനെ വലുതാക്കി കണ്ടുകൊണ്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഒരുപാട് പാരൻസ് അത് പഠിപ്പിക്കുന്നതും അതേ ഉദ്ദേശത്തോടെ തന്നെയാണ്. ഒരിക്കലും ഒരു നഴ്സിംഗ് സമൂഹത്തെ അടിച്ചേൽപ്പിക്കാൻ ഞങ്ങളെപ്പോലുള്ള തയ്യാറല്ല. ശമ്പളം കൂട്ടിച്ചോദിക്കുമ്പോഴും അർഹമായ മറ്റ് ആനുകൂല്യങ്ങൾ ചോദിക്കുമ്പോഴും ആശുപത്രി മാനേജ്മെന്റ് നഴ്സുമാരോട് ചെയ്യുന്ന പ്രവൃത്തി ഇതാണ്. എന്നോട് ന്യായമായ ശമ്പളം സർക്കാർ പറയുമ്പോൾ പോലും നടപ്പാക്കാൻ കേരളത്തിലെ ചില കുത്തക ആശുപത്രികൾ തയ്യാറാകുന്നില്ല. പക്ഷേ രോഗികളുടെ കയ്യിൽ നിന്നും അമിതമായ ഫീസ് വാങ്ങുകയും ചെയ്യും. അടിസ്ഥാന ശമ്പളം 40,000 രൂപയായി ഉയർത്തണമെന്നാണ് നഴ്സുമാരുടെ പ്രധാന ആവശ്യം. നിലവിൽ 20,000 രൂപയാണ് മുതിർന്ന നഴ്സുമാർക്ക് പോലും ലഭിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി പഠിച്ചു കിട്ടുന്ന ശമ്പളം ലോൺ അടയ്ക്കാൻ പോലും തികയുന്നില്ല. ഞങ്ങൾ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ കേവലം 6 മണിക്കൂറാണ് ഡ്യൂട്ടി എന്നുണ്ടെങ്കിൽ പോലും 6 മണിക്കൂറല്ല ആളുകളോട് വർക്ക് ചെയ്യുന്നത്. 11-12 മണിക്കൂറൊക്കെ വരെ ആളുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അത്രയും നല്ലൊരു ആവശ്യത്തിനുള്ള സാലറി കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് ഭയങ്കര മോശമാണ്. മാലാഖമാരെന്ന് പറഞ്ഞാൽ മതിയോ? ആളുകൾക്ക് അതിനുള്ള സാലറി കിട്ടണ്ടേ? നമ്മുടെ കുടുംബത്തെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജോലിക്ക് വരുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വെയിലും ചൂടും കൊണ്ട് ആഹാരം പോലും കഴിക്കാതെ കേരളത്തിന്റെ മാലാഖമാർ തെരുവിൽ സമരം ചെയ്യുകയാണ്, നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ. കേരളത്തിലെ നഴ്സുമാരുടെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിച്ചില്ല എങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് സ്വകാര്യ മേഖലയിലെ ആശുപത്രികൾ മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സമരവേദിയിൽ നിന്നും അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.